നീ എന്നെ ഒറ്റിക്കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. പക്ഷെ പത്രത്തിൽ ഫോട്ടോ ഉണ്ട് ആരെങ്കിലും ഈ വഴി വന്നാ എന്റെ കാര്യം പോക്കും. ഇത് വഴിയൊന്നും ആരും വരില്ലെന്നേ. വേഗം വാ. ഒന്ന് പതുക്കെ പിടിച്ച് വലിക്കുവണ്ണേ. അറിയാൻ മേലായിട്ട് ചോദിക്കാം, ഇത് എങ്ങോട്ട് കൊണ്ടുപോവാ? കൊല്ലാനൊന്നും കൊണ്ടുപോവല്ലെന്നേ. പിന്നെന്താ, വളർത്താനാണോ? ഒത്തിരി നാളായി കൂട്ടുകിടക്കുന്ന വീടാ. ഒറ്റയ്ക്ക് വരാനൊരു പേടി, അതുകൊണ്ടാ കൂട്ടുവരാൻ പറഞ്ഞത്. ഈ വീട് തുറന്നിട്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഇതിനകത്ത് ഒരു പഴയ ഗ്രാമഫോൺ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അതിന് നിന്റെ അച്ഛന്റെ വീടാണോ ഇത്? അച്ഛൻ അറിയാവുന്ന വീടാ. ആഹാ, ഇപ്പൊ ഇതിന് ഉടമസ്ഥരാരുമില്ല. നന്നായി. നമുക്ക് നോക്കാന്നേ. ഇതന്നെ ഈ നാട്ടിൽ മൊത്തം പ്രേതാലയം പോലുള്ള വീടുകളാണല്ലോ. അങ്ങനെ പറയുന്നോണ്ട് ഒരു ഗുണമുണ്ട്, കള്ളന്മാര് പോലും വരില്ല. എങ്കിനി വാ, വാടി അങ്ങോട്ട് കേറ്. ദേ, ആരുമില്ലാത്തൊരു വീട്, അതിസുന്ദരിയായൊരു പെണ്ണ്, ആരോഗ്യവാനായ അത്യാവശ്യം ഫിറ്റായ ഒരു ചെറുപ്പക്കാരൻ. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും കേട്ടോടി പെണ്ണേ. അതിനുള്ള ധൈര്യം ഈ ഗുണ്ടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. നീ ഏത് ജന്മമാടി? പുരി ജന്മം. എടി പെൺപുലി, നിന്റെ പേരെന്തോന്നാ നീ പറഞ്ഞേ? അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. എങ്കിൽ നീ പേര് പറയാ, ഞാനിത് തുറക്കില്ല. എന്റെ പേര് പേരക്ക. ഒന്ന് പോടി അവിടുന്ന്. അയ്യോ പോവല്ലേ. എന്റെ പേര് ആതിര.